ഈ വിദേശ വിദ്യാഭ്യാസത്തിലെ ആടുജീവിതം പ്രത്യേകിച്ചും നമ്മുടെ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ ബെന്യാമിൻ സാർ കൂടി ഉള്ളപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദുരിത ജീവിതം എന്നത് മാത്രമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് നമ്മുടെ നോട്ടീസിൽ വായിക്കുമ്പോൾ ആഡ് എന്ന് കണ്ടപ്പോൾ ചിലർ ഇത് തെറ്റിപ്പോയോ, ഒരു പ്രൂഫ് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. യഥാർത്ഥത്തിൽ ആടുജീവിതം എന്നത് ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുമ്പോൾ ദുരിത ജീവിതമുണ്ട്, അഡ്വർടൈസ്മെൻറ്റിൽ ചേർന്ന ഒരു വിദേശ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു കുടിയേറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, തുടർ ജീവിതമുണ്ട്. വളരെ ഗൗരവത്തിൽ വിലയിരുത്തേണ്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ഇതിൽ നമ്മൾ സൂചിപ്പിച്ച് കാണുന്നത്. സ്വാഭാവികമായിട്ടും കേരളം ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. കേവലം ഞാനിപ്പോൾ യുവജന കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പല പരാതികളിൽ ഇന്ന് ഏറ്റവും വർദ്ധിച്ചു വരുന്നൊരു പരാതിയും ഒന്നിത് തന്നെയാണ്. കാരണം പല സ്ഥാപനങ്ങളും നിലവിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ തന്നെ പറയാം, വളരെ പ്രധാനപ്പെട്ട 1-2 സ്ഥാപനങ്ങളുടെ പേരാണ് നമുക്ക് അറിയുന്നതെങ്കിലും പല സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വിദ്യാർത്ഥികളെ ലോൺ എടുപ്പിച്ച് 20-25 ലക്ഷം രൂപ കൈക്കലാക്കി കബളിപ്പിക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെ എന്താണ് ഭാവി എന്നതുപോലും വലിയ ലക്ഷ്യമില്ലാതെ, ഏത് കോഴ്സ് എന്നതുപോലും ധാരണയില്ലാതെ എങ്ങനെയും പുറത്തു പോയി പഠിക്കണം, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഉന്നത വിദ്യാഭ്യാസം നേടുക, അറിവ് നേടുക എന്നത് മാത്രമല്ല, സാമ്പത്തികം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് വലിയ ചതിക്കുഴിയിലേക്ക് വിടുന്ന സാഹചര്യവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിനിടെ ഒരു എഴുത്തുകാരൻ തന്നെ പറഞ്ഞത്, ചൈനയിൽ ഒരു ഹോട്ടലിൽ പോയപ്പോൾ ചൈനയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ ആളാണ്, പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ചെറിയ തട്ടുകടക്ക് സമാനമായ ഹോട്ടൽ നടത്തി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നതിനെ സംബന്ധിച്ച് അത് വിദേശ സർവകലാശാലയിലും പുറത്തും പോയി പഠിക്കണം, അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാം എന്നൊറ്റ മാനസികാവസ്ഥയിൽ പോയി പല ചതിക്കുഴികളിലും പെട്ടുപോയിരിക്കുകയാണ്. അത് കൂടുതൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ കൂടി കടന്നു വരികയാണ്. ഇവിടെയാണ് ഇത്തരമൊരു വിഷയത്തിൻ്റെ പ്രസക്തി. പക്ഷേ മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം പോകണം എന്ന ചിന്തയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത് കേരളത്തിൻ്റെ ഒരു വലിയ സാമൂഹ്യ പുരോഗതി തന്നെയാണ്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലിരുന്ന ചെറുപ്പക്കാരന് കോഴിക്കോടെ ഒരു ഹോട്ടലിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭാവി സ്വപ്നമായി എറണാകുളത്തെ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ഇവിടുന്ന് സാധാ നാട്ടുമ്പുറത്തുള്ളൊരു ഗ്രാമത്തിലുള്ള ഒരു വിദ്യാർത്ഥി, ഒരു കർഷക തൊഴിലാളിയുടെ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകന് യൂറോപ്പിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന ചിന്തയിലേക്ക് കേരളം വന്നു എന്നുള്ളതും വലിയ സാമൂഹ്യ മുന്നേറ്റം തന്നെയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഡിബേറ്റാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം ജോൺസൺ ജമൻറ്റിൻ്റെ അഭിപ്രായം എടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ കുറച്ച് ഈ ആട് ജീവിതങ്ങളിൽ പറഞ്ഞ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകാം. ഞാൻ 2005 UK സർവകലാശാലയിൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും സാമ്പത്തികമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഞാനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടലോര ഗ്രാമത്തിൽ ഒരു കടൽപ്പണിക്കാരൻ്റെ മകനാണ്. അപ്പോൾ അതിൻ്റേതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് പോയാൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ കഴിയും എന്നുള്ളൊരു ചിന്ത. ഇത് 2005 അന്ന് ഇൻ്റർനെറ്റൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. കഫേകളാണ് നമുക്കുള്ളത്, അതും വളരെ റെയറായിട്ടാണ്. ട്രിവാൻഡ്രം സിറ്റിയിലാണ്, ഇവിടെ ക്യാപിറ്റലിൽ മാത്രമാണ് ഒരു കഫേ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് യൂട്യൂബൊന്നും അപ്പോൾ നിലവിലായിട്ടില്ല. 2007 യൂട്യൂബ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് 2002 മുതൽ 2004 വരെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഗുരുകുലം സന്തോഷ് ഗുരുകുലങ്ങളുടെ അച്ഛൻ നടത്തുന്ന സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അതൊരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ അവിടെ പഠിപ്പിച്ച സമയത്ത് ഞാൻ 9ാം ക്ലാസ്സും 11ും 12ാം ക്ലാസ്സിലാണ് അവിടെ പഠിപ്പിച്ചത്. ആ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ഞാൻ അവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകനൊക്കെ ആയിരുന്നു, ഏറ്റവും ആദ്യത്തെ യുവ അധ്യാപകൻ. അന്ന് എനിക്ക് 22-23 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എങ്കിലും എനിക്ക് അവിടുത്തെ വിദ്യാർത്ഥികളെ ശരിക്കും അവർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചിന്ത, ഒരു സെൽഫ് റിഫ്ലക്ഷൻ എനിക്കുണ്ട്.
അപ്പോൾ അതിന് പറ്റിയ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ്, എന്ത് തരം പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റാണ് നമുക്ക് ഈ കുട്ടികളുടെ ബിഹേവിയർ, പ്രത്യേകിച്ച് കുട്ടികളുടെ ബിഹേവിയർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ ഇന്ത്യയിലുണ്ടോ കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ഞാനൊന്നും കണ്ടെത്തിയില്ല. അപ്പോഴാണ് എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞത്, നിനക്ക് നിൻ്റെ മാർക്കുണ്ടല്ലോ, നീ വിദേശത്ത് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കൂ എന്നുള്ള ഒരു ചിന്ത, ആ ഒരു തോട്ട് വരുന്നത് അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ ഉള്ളത് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തി. നല്ല പ്രിപ്പറേഷനോട് കൂടിയാണ് പോയത്. ഇതുപോലെയുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നും അന്ന് സജീവമല്ല. നമ്മുടെ എറണാകുളത്ത് ഒരു ഗ്രാജുവേറ്റ് ഓവർസീസ് എന്നുള്ളൊരു ഒരു സംവിധാനം മാത്രമാണ് അന്നുണ്ടായത്. പക്ഷേ അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. അവിടെ UK എത്തിയതിന് ശേഷം ഇവിടുന്ന് നമ്മുടെ ഷിനിജൻ MLA ഒക്കെ ഞാൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. എനിക്ക് മുമ്പേ ഫെബ്രുവരിയിലാണ് ആദ്യം അവരാണ് വരുന്നത്. ഞാൻ സെപ്റ്റംബറിലാണ് അവിടെ പോകുന്നത്, 2005 സെപ്റ്റംബറിൽ. അവർ 2005 ഫെബ്രുവരിയിലാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ പഠിച്ചാൽ UK പഠിച്ചാൽ എന്തെങ്കിലും ആകാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് പോകുന്നത്. ഉദാഹരണം ഒരു ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോവളം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ ടീച്ചിങ് ജോബ് രാജിവെച്ചിട്ട് 8 മാസം അവിടെ ജോലി ചെയ്തു. കാരണം വിദേശ സംസ്കാരം ഒന്ന് പഠിക്കണം, ഇംഗ്ലീഷ് ഒന്ന് പഠിക്കണം, അവിടുത്തെ ആളുകളുമായിട്ടൊന്ന് പരിചയപ്പെടണം, ഈ ഒരു ഉദ്ദേശം. പിന്നെ ഇൻ്റർനെറ്റ് നന്നായിട്ട് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ അത്തരത്തിൽ വലിയ പ്രിപ്പറേഷൻ നടത്തിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അതാണ് ഒരു സാഹചര്യം. ഇനി അവിടെ എത്തിയപ്പോൾ അന്നത്തെ ഇംഗ്ലണ്ടും ഇന്നത്തെ ഇംഗ്ലണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ലേബർ ഗവൺമെൻറ്റാണ് ഇംഗ്ലണ്ട് ഭരിക്കുന്നത്, ഇപ്പോഴും ലേബർ ഗവൺമെൻറ്റാണ്. ഇതിനിടയിൽ കൺസർവേറ്റീവ് ഗവൺമെൻറ് വന്നു. രണ്ടുപേരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ട്യൂഷൻ ഫീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. വളരെ വ്യാപകമായിട്ട് ട്യൂഷൻ ഫീ ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ ഭയങ്കരമായിട്ട് കൂട്ടി. 3,000 എന്നുള്ളത് 6,000 9,000 ഒക്കെ പൗണ്ടാണ്, ഏകദേശം 9 ലക്ഷം രൂപ അങ്ങനെയുള്ള ഫീസൊക്കെ കൂട്ടി. അതിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ലണ്ടൻ മുഴുവനും ഭയങ്കരമായിട്ട് സമരം നടത്തി. അത് ഭയങ്കര ഇതായിട്ട്. പക്ഷെ അന്ന് കൺസർവേറ്റീവ് ഗവൺമെൻറ്റും ലിബറൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും ഒരുമിച്ചാണ് ഭരണം നടത്തുന്നത്. നിക്ലക്കൊക്കെ ലിബറൽ ഡെമോക്രാറ്റ്. പക്ഷെ അദ്ദേഹം വിദ്യാർത്ഥികളെ വഞ്ചിച്ചതായിട്ടാണ് പിന്നീട് ഇത് വന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പൊളിറ്റിക്കൽ സാഹചര്യം. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസം, അപ്പം UK അന്നത്തെ വിദ്യാഭ്യാസം എൻ്റെ ഒരു വീക്ഷണത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തന്നെയാണ്. എന്തുകൊണ്ടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തന്നെയാണ്. അതിലൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് കൂടുതൽ പറയാം. പ്രധാനമായിട്ടും UK വിദ്യാഭ്യാസം എന്ത് ആഡ് ജീവിതം, ഞാൻ എന്താണ് എന്നിലോട്ട് ആഡ് ചെയ്തത് എന്നുള്ള ഒരു വ്യക്തി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് രൂപപ്പെടുത്തുന്നതിൽ UK വിദ്യാഭ്യാസത്തിന് വളരെ പങ്കുണ്ട്. അപ്പം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ UK വിദ്യാഭ്യാസത്തിന് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് തന്നെയാണ്. അത് ക്ലാസ് മുറിക്കുള്ളിൽ ഡിസ്ക്രിമിനേഷൻ എന്തായാലും ഇല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ആരും എന്നെ കളിയാക്കുകയോ നീ കുറഞ്ഞവനാണെന്നോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇവിടെ അതിനു മുമ്പ് ഇവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് UK സിറ്റിസണിൽ നിന്ന്. പക്ഷേ ഇന്ത്യൻ ബോണായിട്ടുള്ള UK സിറ്റിസണുണ്ട്. അത് വേറൊരു ലോകമാണ്, അവരുടെ ലോകം. അത് പിന്നെ പറയാം. അവർ നമ്മളെ കാണുന്ന വേറൊരു രീതിയിലാണ്. ഇവന്മാർ വീണ്ടും വന്നോ, ഇവിടെ നമ്മുടെ ജീവിതമൊക്കെ ഇല്ലാതാക്കുമോ എന്നുള്ള രീതിയിലാണ് അവരെ സമീപിക്കുന്നത് തന്നെ. അപ്പം ഞങ്ങൾ അവരൊരു പേര് ഇട്ട് വിളിക്കാറുണ്ട്. നിങ്ങൾ ABCD എന്ന് കേട്ടിട്ടുള്ളതുപോലെ ഒരു പേരുണ്ട്, BBCD എന്ന് പറയും. ബ്രിട്ടീഷ് ബോൺ കൺഫ്യൂസ്ഡ് ദേശീസ് എന്നാണ് അവരെ പറയുന്നത്. അവർ ഇന്ത്യക്കാരാണോ ഇന്ത്യക്കാരല്ല, ബ്രിട്ടീഷുകാരാണോ ബ്രിട്ടീഷുകാരല്ല. ഇത് രണ്ടിൻ്റെ ഇടയിൽ അവർ തന്നെ അവരുടെ ജീവിതം എന്താണെന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു എന്തോ ഒരു വെപ്രാളവും ഒന്ന് ചൊറിയണമെന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പലരും ചൊറിഞ്ഞിട്ടുമുണ്ട് ആ രീതിയിൽ. അത്തരത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ ആളുകളെക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മോടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അവിടെ ജനിച്ചിട്ടുള്ള ഇന്ത്യക്കാരെന്നാണ്. അതാണ്. പക്ഷേ മലയാളികൾ വളരെ കുറവായിരുന്നു. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ അവിടെ 53 കുടുംബങ്ങളാണ് നേഴ്സുമാരായിട്ട് 2003 NHS നാഷണൽ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നത്. അങ്ങനെ 53 നേഴ്സുമാർ വന്നു, അവരുടെ കുടുംബം. അങ്ങനെ ഒരു 25 കുടുംബങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്
റിസോഴ്സസിൻ്റെ ഇതുണ്ട്. റിസോഴ്സസ് എന്ന് പറയുമ്പം ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല, ലൈബ്രറി റിസോഴ്സസ്, IT റിസോഴ്സസ്, സപ്പോർട്ട് സിസ്റ്റം, ഇനി ലേണിംഗ് ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം, അത് ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ ഇൻ്റർനാഷണൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റം. അന്ന് ഞങ്ങൾ കൂടുതലും ചൈനീസ് ഇന്ത്യൻ സ്റ്റുഡൻസാണ് കൂടുതലായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ ഇത്രയും വലിയ ഡിവിഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്നിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം നോർത്ത് ഇന്ത്യക്കാരും സൗത്ത് ഇന്ത്യക്കാരും പരസ്പരം സംസാരിക്കാറില്ല. സൗത്ത് ഇന്ത്യക്കാർ പിന്നെയും ഒരുമിച്ച് കൂടും. തമിഴ്നാട്ടുകാരും, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ, കർണാടകക്കാരും, തെലുങ്ക് എല്ലാവരും ഒരുമിച്ച് കൂടും. പക്ഷേ നോർത്ത് ഇന്ത്യൻസുമായിട്ട് എപ്പോഴും ഭയങ്കര ഡിവൈഡ് അവിടെ ഞാൻ കണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. അതൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. പക്ഷേ എന്നെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ ഒരു വർഷം താമസിച്ചിട്ടുണ്ട്. എന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അവരുടെ കൂടെ താമസിച്ച് എങ്ങനെ ഇരിക്കും, അവരെങ്ങനെയാണ്, ഈ പറയുന്നത് പോലെയാണോ എന്നൊക്കെ ഞാൻ അവരുടെ കൂടെ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്, പലപ്പോഴും നമ്മുടെ അയൽ രാജ്യങ്ങളെക്കുറിച്ചുള്ള ചില വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉള്ളതാണ്, നമ്മൾ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൂടി ഉള്ളതാണ് എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എനിക്ക് തോന്നിയത് പാകിസ്ഥാനികളുടെ ആയിട്ടുള്ള മനുഷ്യർ നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പാകിസ്ഥാൻ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദത്തിൽ, ഇന്ത്യക്കാരെ നല്ല മനുഷ്യരായിട്ടാണ് എൻ്റെ അനുഭവമാണ് എനിക്ക് പാകിസ്ഥാനികളെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശുകാരെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ UK വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ സെറ്റിങ്ങിൽ നടക്കുന്നതാണ്. അവിടെ ആഫ്രിക്കൻ ആളുകളുണ്ട്, സൗത്ത് അമേരിക്കൻസ് ഉണ്ട്, മിക്കവാറും എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, UK വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പും നെറ്റ്വർക്ക് ബിൽഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് യൂറോപ്പിലെ പല രാജ്യങ്ങളും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ 10 രാജ്യങ്ങളിലെങ്കിലും നമുക്ക് അവിടുത്തെ തന്നെ നേറ്റീവായിട്ടുള്ള ആളുകളോട് അവിടെ ഫാമിലിയായിട്ട് താമസിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടെ പോകുമ്പം അവിടെ അക്കോമഡേഷൻ നമുക്ക് വേണ്ടി തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആളുകളുമായിട്ട്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം വരുന്ന മലയാളികളായിട്ടുള്ള കേരളത്തിൽ നിന്ന് പോകുന്ന ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ പക്ഷെ അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡ്വർടൈസ്മെൻറ്റ് പറയുന്ന ഒരു ജീവിതമാണ് അവർ UK ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും അസൈൻമെൻറ്റ് ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ കൊണ്ട് പൈസ കൊടുത്ത് അസൈൻമെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അത് മലയാളികൾ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ 200-250 പൗണ്ട് ഒക്കെ വാങ്ങുന്നവരുണ്ട്. അത് നമുക്കറിയാം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ബിസിനസ്സായിരിക്കും. ഞാൻ പറഞ്ഞു അത് ചെയ്യത്തില്ല, നല്ല ബിസിനസ്സായിരിക്കും, ഒത്തിരി പണം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു കണക്കനുസരിച്ച്, എടുത്ത ഒരു കണക്കനുസരിച്ച് UK പോകുന്ന മലയാളികളായ വിദ്യാർത്ഥികൾ വളരെ കഴിവുള്ളവരാണ്, ഒത്തിരി കഴിവും ഇതൊക്കെ ഉള്ളവരാണ്, എക്സൽ ചെയ്യാൻ കഴിയുന്നവരാണ്. പക്ഷേ അവർക്ക് ഈ ബാങ്ക് ലോണിൻ്റെ ഒരു ബാരിയർ, അതായത് ബാങ്ക് ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം എന്നുള്ള ഒരു പ്രഷർ അവരുടെ അക്കാഡമിക് ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് ലൈഫിൽ അവർ പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴും പാർട്ട് ടൈം ജോബ്, കൂടുതൽ സമയം ജോലി ചെയ്യുക, അങ്ങനെയുള്ള ഒരു രീതിയിലോട്ടാണ് കൂടുതലും കുട്ടികൾ പോകുന്നത്. അത് ഭയങ്കര അപകടമാണ്. കാരണം 20-25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ വിദ്യാഭ്യാസം ചെയ്യുന്നത്. ഇനി ആ 20-25 ലക്ഷം മുടക്കുന്നതിൻ്റെ ഗുണമുണ്ട് അവിടെ. അത് ഒരു എക്സ്പെൻസീവാണ്, വിദ്യാഭ്യാസം വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി ഇരിക്കുന്നത്. അതിൽ ഹ്യൂമൻ റിസോഴ്സ് ആയാലും മറ്റ് റിസോഴ്സസ് ആയാലും എല്ലാം ഉണ്ട്.
അപ്പോൾ ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് വിചാരിക്കും. താങ്ക് യു. ചോദ്യങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. അപ്പോൾ ഷിനാസ് മാഷ്, ഞാൻ പറഞ്ഞു നമ്മൾ ഏതാണ്ട് 1985-89 കാലത്ത് എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി ഒരു ഡിഗ്രി വിദ്യാഭ്യാസം പോലും വളരെ ചുരുക്കം ആൾക്കാർ മാത്രം നേടുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്. അന്ന് റഷ്യയിൽ പോയി വിദ്യാഭ്യാസം നേടിയ അനുഭവം നിങ്ങൾക്കുണ്ട്. പക്ഷെ താങ്കളുടെ അനുഭവത്തിൽ അത് താങ്കളുടെ വ്യക്തിത്വത്തിലും താങ്കളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലും തുടർ ജീവിതത്തിലും ഗുണകരമായിരുന്നോ? അല്ല, താങ്കളുടെ അനുഭവം എങ്ങനെയായിരുന്നു? ഇനി താങ്കളുടെ താല്പര്യത്തിലായിരുന്നോ പോയത്, ആരാണ് നിർബന്ധത്തിലായിരുന്നോ? അത് ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് ബാധിച്ചത് എന്നുകൂടി താങ്കളുടെ അനുഭവത്തിൽ ചേർത്ത് വെച്ച് പറയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ അന്നും ഇന്നുമുള്ള ഒരു പ്രവണത, 10ാം ക്ലാസ്സിൽ ഒരു ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്തൊക്കെ 10ാം ക്ലാസ്സിൽ 500-ലധികം മാർക്ക് വാങ്ങുന്ന കുട്ടികൾ 2 or 3 മാക്സിമം. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് നാട്ടിൽ. അന്ന് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായ 2 ചാലുകൾ നമ്മുടെ സമൂഹം കയറിയിട്ടുണ്ട്. ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിങ്. അന്ന് എൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും 45 അങ്ങനെ മാർക്കുകൾ. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണെന്ന് വെച്ചാൽ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ നേരെ തേർഡ് ഗ്രൂപ്പ് എടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മാത്സ് അഡീഷണലായിട്ട് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പോയി. അന്ന് ഈ കാണുന്ന മാതിരി പല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളൊന്നും ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അങ്ങനെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന താല്പര്യം ഫിസിക്സ് ആയിരുന്നു. അത് 10ാം ക്ലാസ്സിലും അതിനുശേഷം പ്രീ ഡിഗ്രിക്കുമൊക്കെ ഫുൾ മാർക്ക് ഞാൻ വാങ്ങിയിരുന്നു. ആ ഫുൾ മാർക്കിൻ്റെ കഥ റഷ്യയിലെത്തിയപ്പോഴാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. അത് അന്ന് ഇന്നത്തെ മാതിരി ചോയ്സ് ഒന്നുമില്ല, ഫുൾ മാർക്ക് കിട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ ക്രീമി ലെയറിൽ വരുന്നതുകൊണ്ട് ജനറൽ മെറിറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അന്ന് ജനറൽ മെറിറ്റിൽ കിട്ടണമെങ്കിൽ 300-ൽ താഴെ റാങ്ക് വേണം. എൻ്റെ റാങ്ക് 800 എത്രയോ ആയിരുന്നു, ഏതോ ഫിഷറീസോ എന്തോന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ പരീക്ഷ എഴുതിയ കമ്പൈൻഡായിട്ട് ഞങ്ങളൊക്കെ പഠിച്ച അവർക്കൊക്കെ 2100 ആയിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇനി ജന്മത്തിൽ എൻട്രൻസ് പരീക്ഷ എഴുതില്ല, മതി. അങ്ങനെ BSc ഫിസിക്സ് ഞാൻ ദേവഗിരി കോളേജിൽ ചേർന്നു. അപ്പോഴാണ് ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു സ്കോളർഷിപ്പ് ഓഫർ. അന്ന് സ്കോളർഷിപ്പാണ് അത്. അന്ന് സോവിയറ്റ് യൂണിയനിൽ, റഷ്യയിലല്ല, ഞാൻ എത്തിപ്പെടുന്നത് സോവിയറ്റ് യൂണിയനിൽ 1989 സെപ്റ്റംബർ 6-നാണ്. മോസ്കോവിലെ ഷെരമെത്തീവ എയർപോർട്ടിൽ ഇങ്ങനെ തണുപ്പ് അരിച്ചിറങ്ങുന്ന ഒരു വൈകുന്നേരമാണ് അവിടെ എത്തുന്നത്. അപ്പം 89 എന്നൊക്കെ പറയുമ്പോൾ ഗോർബച്ചേവിൻ്റെ പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റൊക്കെ അറിയാം. സോവിയറ്റ് യൂണിയൻ പിസാ ഗോപുരം പോലെ ഇങ്ങനെ നിലം പതിക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നു. ഈവൻ വെസ്റ്റിന് പോലും അറിയില്ല 89-ൽ ഇത് പെട്ടെന്ന് നിലം പതിക്കുന്നു. അപ്പം ഞാനവിടെ പോകുമ്പം നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കടന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ, ഗോർബച്ചേവ്, അവർ പറയും, അവിടുത്തെ ആൾക്കാർ പറയും, ഞങ്ങളുടെ ബ്രഷ്നേവിൻ്റെ കാലത്ത് ഇറ്റ് വാസ് എ ടൈം ഓഫ് പ്ലെൻറ്റി. ബ്രഷ്നേവ്, അതായത് ഗോർബച്ചേവിൻ്റെ കാലത്ത് ഈ ലാറ്റിനും ദൗർലഭ്യം അനുഭവപ്പെട്ടിരുന്ന കാലമാണ്. എന്നാൽ പോലും അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നു. 91-ലെ 93-ലെ പാർലമെൻറ്റ് വെടിവെപ്പൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വെടിയുണ്ട ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കച്ചവട സ്ഥാപനത്തിൽ അതിൻ്റെ ജനൽ തുറന്നു പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അമ്പിക്കിടക്കുകയായിരുന്നു 93-ൽ. 91-ൽ ടാങ്കുകൾ ഇങ്ങനെ 91-ൽ ഗോർബച്ചേവിനെതിരെ കൂ ഉണ്ടായല്ലോ, ഓഗസ്റ്റ് കൂ. ടാങ്കുകൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്നതും മോസ്കോയിലെ വിനൂക്കോ എയർപോർട്ടിലെ TV-കളിലൊക്കെ മറ്റേ ഈച്ച പറക്കുന്ന മാതിരി ഒന്നുമില്ലാതാവുന്നതും ഒക്കെ കണ്ടു. പക്ഷേ ബോറിസ് യെൽസിൻ്റെ ആ 10 വർഷം
ശരിക്കും നരകമായിരുന്നു. ഞാൻ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനിൽ പോയത് ഡോക്ടർ ആവാനോ മെഡിസിൻ അതാവാഞ്ഞ് നന്നായി എന്നാണ് ഇപ്പം എല്ലാവരോടും ഞാൻ പറയാറില്ല, എനിക്ക് ഖേദമില്ല. അത് ഞാൻ ആ സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാജ്യത്തെ ചെറുപ്പം മുതൽ സോവിയറ്റ് നാട്, സോവിയറ്റ് ലാൻഡൊക്കെ വായിച്ച് മനസ്സിൽ കുടിയിരുത്തിയ ഒരു ബാല്യകൗമാരം എനിക്കുണ്ടായി. ആ നാട് കാണാനാണ് ഞാൻ ശരിക്കും പോകുന്നത്. സെക്കൻഡറിയാണ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം. അങ്ങനെ 91 ഇത് തകർന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ 2 വർഷം അനാട്ടമി, ഫിസിയോളജി, ഹിസ്റ്റോളജി, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, സർജറി 4ാം വർഷം പഠിക്കുമ്പോഴാണ് അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ആദ്യം മോസ്കോയിലെ പാട്രിസ് ലുംബ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ആർമീനിയയിലെ യെരവാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അന്നൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ, കേരളീയർ എന്ന് പറഞ്ഞാൽ 3-4 വിദ്യാർത്ഥികൾ ഉണ്ടാവുള്ളൂ. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ റൂംമേറ്റ് 2 തവണ, ഒരാൾ വിവേക് ഗർഗ് ആയിരുന്നു, ഡൽഹിക്കാരൻ, മറ്റൊരാൾ സുരീന്ദർ ഗുപ്ത ആയിരുന്നു, ജമ്മു, മറ്റൊരാൾ വിവേക് കിരൺ, സാംബ, ജമ്മു. അങ്ങനെ പഞ്ചാബി, ഹിന്ദിയൊക്കെ അങ്ങനെ പഠിച്ചു. അവിടെ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാവാൻ അത്രമാത്രം ഇന്ത്യക്കാരുണ്ടാവണ്ടേ, അതാണൊന്ന്. അപ്പോൾ ഇന്ത്യക്കാർ ഒരു കൂട്ടായ്മയാണെന്ന് വെച്ചാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ചില ഈ ആട് ജീവിതം, ആഡല്ല. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു. ഞാൻ പോകുന്ന കാലത്ത് $1 ഏതാണ്ട് 10-12 റൂബിളായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുമായിരുന്നു. അപ്പോൾ മാസത്തിൽ ഏതാണ്ട് ഒരു 150ഓളം റൂബിൾ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടും. അന്ന് ഒരു 30 കോഴിമുട്ടൊക്കെ ഏതാണ്ട് 1.5-2 റൂബിൾ കൊടുത്താൽ 30 കോഴിമുട്ട കിട്ടും. ഒരു 2.5 റൂബിൾ കൊടുത്താൽ ഒരു കോഴി കിട്ടും. അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയിരുന്നു, വസ്ത്രം ഫ്രീ ആയിരുന്നു, ചികിത്സ ഫ്രീ ആയിരുന്നു. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇന്ത്യയിലേക്ക് വന്നു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അങ്ങനെയാണ് അക്കാലത്തെ ജീവിതം. പുറമേ സ്കോളർഷിപ്പും. അക്കാലത്ത് ഒരു കുപ്പി വോഡ്ക്കയ്ക്ക് 7 റൂബിളേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ യെൽസിൻ വന്നതോടെ 1994 $1 5000 റൂബിളാണ്. അപ്പോൾ നമ്മളൊരു $200 കൊടുത്താൽ ജീവിക്കാൻ പറ്റാതായി. കാരണം സ്റ്റൈപ്പൻഡ് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പൈസ കൊണ്ടുപോകണം. അന്നും ഒരു $300 അല്ലെങ്കിൽ $500 കൊണ്ടുപോയാൽ രാജ കുടുംബാംഗങ്ങളെ പോലെ ജീവിക്കാം. $500 കൊണ്ട് ഒരു കൊല്ലം. അപ്പം അക്കാലത്തുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ അവിടെ ഈ റേസിസം എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ ആഫ്രിക്കക്കാരുണ്ടായിരുന്നു. അവിടെ മിക്സഡ് ഹോസ്റ്റൽസ്, ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ, അതുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു ഹോസ്റ്റൽ. എൻ്റെ നേരെ എതിർവശത്ത് സിറിയൻ വിദ്യാർത്ഥിനികളായിരുന്നു, ഇടതുഭാഗത്ത് ലാവോസിലെ വിദ്യാർത്ഥിനികളായിരുന്നു, മറ്റേ ഭാഗത്ത് വേറെ ഏതൊരു രാജ്യത്തെ വിദ്യാർത്ഥിനികളായിരുന്നു. അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ 2 പേർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് വേറെ തന്നെ റൂം അനുവദിച്ച് കിട്ടുമായിരുന്നു അവിടെ. അങ്ങനെ ഒന്നിച്ച് താമസിക്കാം, ലിവ് ഇൻ റിലേഷൻഷിപ്പായിട്ട് താമസിക്കാമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ശ്രദ്ധേയമായൊരു കാര്യം, ഇപ്പം ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരിൽ സിറിയക്കാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, ഒരുപാട് കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഉള്ളവരുണ്ട്. ഏറ്റവും പെട്ടെന്ന് ജോഡിയായി ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പ്രവേശിക്കുന്നത് ഇന്ത്യക്കാരാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും ചിലപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല മിക്കവാറും. ഇന്ത്യക്കാർ പെട്ടെന്ന് ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വളരെ നമുക്ക് അത്ഭുതം തോന്നാം, പക്ഷേ അതായിരുന്നു എൻ്റെ കൺമുമ്പിലെ യാഥാർത്ഥ്യം. പിന്നെ ഇന്ത്യക്കാരോട് അവിടെ ഇപ്പം അമേരിക്കക്കാരോ ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇന്ത്യക്കാരോട് ഒരു പ്രത്യേക മമത എല്ലാ റിപ്പബ്ലിക്കുകളിലും ഉണ്ടായി. ഇപ്പം ഞാൻ ഗോറി എന്ന് പറഞ്ഞ സ്ഥലം സ്റ്റാലിൻ്റെ ജന്മഗ്രാമമാണ്. ഗോറി ജോർജിയയിലെ തിബിലിസി തലസ്ഥാനത്ത് നിന്ന് ട്രെയിനിൽ 5-8 മണിക്കൂർ പോയാൽ ഗോറിയിലെത്തും. ഒരുപക്ഷെ KPS മേനോൻ കഴിഞ്ഞാൽ ഗോറി സന്ദർശിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഞാനായിരിക്കണം. KPS മേനോൻ അവിടെ അംബാസഡർ ആയിരുന്നു. ഗോറി അങ്ങനെ ആരും പോകാറില്ല. ഗോറി, ബാത്തൂമി ഒക്കെ ഗോറി കരിങ്കടലല്ല, ബാത്തൂമി കരിങ്കടൽ തീരത്താണ്. അപ്പോൾ ഗോറിയിൽ പോയി ഞാൻ ആകെ ആ സ്റ്റാലിൻ്റെ മ്യൂസിയം കാണണം. ആ സ്റ്റാലിൻ്റെ മ്യൂസിയം ഗോർബച്ചോവിൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയിരുന്നു. പക്ഷേ മ്യൂസിയത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സ്റ്റാലിൻ്റെ ജനിച്ചു വളർന്ന വീടുണ്ടായിരുന്നു, ചെറിയൊരു കൂര പോലുള്ള വീട്. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ സ്റ്റാലിൻ
രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ചപ്പോൾ ജർമ്മനിയിൽ പോയ ട്രെയിനിൻ്റെ ബോഗി അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പിൽ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എനിക്ക് ആർമീനിയൻ ഭാഷയും റഷ്യൻ ഭാഷയും ഒക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ ചർച്ചകളിലൊക്കെ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവരോട് ഞാൻ പലപ്പോഴും സ്റ്റാലിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയം ഇടയ്ക്ക് സംസാരിക്കും. ഗോർബച്ചേവിൻ്റെ കാലത്ത് അവരുടെ ജീവിതം ഏതാണ്ട് ദുരിത നിർഭരമായി കഴിഞ്ഞിരുന്നു. യെൽസിൻ്റെ കാലത്താവട്ടെ ശരിക്കും നരകവും. അപ്പോൾ ഞാനത് അവരോട് ചോദിച്ചു, ഈ ഗോർബച്ചേവിനെ പറ്റി ചോദിച്ചപ്പം അവർ പറഞ്ഞത് റഷ്യൻ വാക്ക് സ്വിനിയ. അയാളൊരു സ്വിനിയ എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ്. സ്വിനിയ ഒരു തെറിവാക്കാണ് സ്വിനിയ. അപ്പം എന്താണ്, അപ്പം ഞങ്ങളുടെ മുൻകാലമൊക്കെ എത്രയോ ഭേദമായിരുന്നു. അതുകൊണ്ടാണ് 1996 റഷ്യൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബോറിസ് യെൽസിനും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഗെന്നഡി ഷുഗാനോവും ഗോർബച്ചേവും മത്സരിച്ചു. ഗെന്നഡി ഷുഗാനോവിന് നന്നായി വോട്ട് കിട്ടി. രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലാണ് യെൽസിൻ ജയിക്കുന്നത്. അന്ന് ക്ലിൻ്റൺ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംഘത്തെ അയക്കുകയാണ് മോസ്കോയിലേക്ക്. കാരണം വീണ്ടും ഗെന്നഡി ഷുഗാനോവ് എങ്ങാനും വന്നാൽ സംഗതി കൈവിട്ടു പോവും എന്നറിയാമായിരുന്നു. അങ്ങനെ യെൽസിൻ്റെ രണ്ടാം തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ റിഗ്ഡാണ്. അപ്പോൾ എനിവേ അന്ന് ഗോർബച്ചേവിന് കിട്ടിയത് കേവലം 0.5% വോട്ട് പോലുമില്ല. ഗോർബച്ചേവിനെതിരെ ഒരുപാട് ചീമുട്ട, അതായത് പാശ്ചാത്യ ലോകത്ത് കൊണ്ടാടപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വയം സോവിയറ്റ് യൂണിയനിൽ അദ്ദേഹം ഏറ്റവും അധികം വെറുക്കപ്പെട്ടവനായിരുന്നു. ഈ യാഥാർത്ഥ്യം പലപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ പലതും എഴുതിയിട്ടുണ്ട്. ഗോർബച്ചേവിൻ്റെ ആത്യന്തിക ലക്ഷ്യം അമേരിക്കയുടെ ചാരനായിരുന്നു. അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും ഗോർബച്ചേവ് വാസ്തവത്തിൽ റഷ്യ ഒരു ഇക്കണോമിക് സ്റ്റാഗ്നേഷനായിരുന്നു. ശരിക്കും പെരിസ്ട്രോയിക്കും ഗ്ലാസ്നോസും ആവശ്യമായിരുന്നു. അത് കൈവിട്ടുപോയി. അതിനെ മാനേജ് ചെയ്ത് ഇപ്പം ചൈനയിൽ പെരിസ്ട്രോയ്ക്ക് നടപ്പാക്കി, ഗ്ലാസ്നോസ് നടപ്പാക്കില്ല. അതുകൊണ്ട് ചൈന ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ജീവിതം തന്നെ ഈ യെൽസിൻ്റെ കാലത്ത് നയിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഗോറിയിൽ പോയ കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗോറിയിൽ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 2 യുവാക്കൾ എന്നെ പരിചയപ്പെട്ടു. ഇന്ത്യക്കാരനാണ്. അവരുടെ ഹൗസിംഗ് കോളനിയിൽ എല്ലാ വീടുകളിലും എന്നെ പരിചയപ്പെടുത്തി. അന്നൊരു 10 ദിവസം ഗോറിയിൽ കഴിഞ്ഞു. ഗോറിയിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ തിബിലിസിയിലേക്ക് എന്നെ യാത്രയാക്കാൻ 250 ഗോറിക്കാരാണ് വന്നിരുന്നത്. അതുപോലെ ഈ ആടുജീവിതം, 2 ആടുജീവിതങ്ങൾ ഞാൻ കണ്ടു. ഒന്ന് ഇങ്ങനെ സൈബീരിയയിൽ പോയപ്പോൾ ഒരു വേനൽക്കാലത്ത് ചെമ്മരിയാടിനെ മേയിച്ച് ഒരു 1.5 മാസക്കാലം ഞാനവിടെ, ഒരു പൈസ കിട്ടാനൊന്നും വേണ്ടിയല്ല, ഞാനവിടെ സൈബീരിയയിൽ എത്തിപ്പെട്ടു. കാരണം ഞാൻ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി എൻ്റെ ഫീൽഡ് ഇതല്ല, മെഡിസിൻ അല്ല. അതുകൊണ്ട് ഞാനൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലാസ്സിലേ പോയില്ല. മൊത്തം റഷ്യ നാരങ്ങ കച്ചവടം ചെയ്തിട്ടുണ്ട്. ജോർജിയയിൽ നല്ല ഓറഞ്ച് കിട്ടും. ആ ഓറഞ്ച് വാങ്ങി ആർമേനിയയിലെ മോസ്കോയിൽ എത്തിച്ചാൽ 10-15 ഇരട്ടി വില കിട്ടും. അപ്പം ഞങ്ങൾ 100 ചാക്ക് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് മോസ്കോയിലെ അല്ലെങ്കിൽ ആർമേനിയയിലെ ചന്തയിൽ, ഒന്നാന്തരം ചന്തകളാണ്, ഒരു ദിവസം കൊണ്ട് വിറ്റ് തരും. കണ്ടമാനം കാശ് കൈവരും. അപ്പോൾ ഞങ്ങൾക്ക് മോസ്കോയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്കോ സോഫിയയിലേക്കോ പ്രാഗിലേക്കോ ഒക്കെ ട്രെയിനിൽ വണ്ടി കയറി പോയാൽ മതി. പിറ്റേന്ന് രാവിലെ അവിടെ എത്തും. അങ്ങനെ ഒരു പക്ഷേ ഇന്നത്തെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയും കാണാത്ത ഗ്രാമാന്തരങ്ങളിൽ പല ഊടുവഴികളിലൂടെയും റഷ്യൻ മാഫിയയുടെ കൂടെയും നാരങ്ങ കച്ചവടം ചെയ്തും ചെമ്മരിയാടിനെ മേയിച്ചും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. അക്കാലത്താണ് 91 മുതൽ ഈ രണ്ടാമത്തെ ആഡ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു, പ്രളയം. എന്ന് വെച്ചാൽ അക്കാലത്ത് അവിടെ വന്നിരുന്നത് എങ്ങനത്തെ വിദ്യാർത്ഥികളെ, കഷ്ടിച്ച് +2 ഒക്കെ പാസ്സായ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ സയൻസ് സ്ട്രീം പഠിക്കാത്ത വിദ്യാർത്ഥികൾ പോലും അവിടെ വന്ന് ചേർന്നിരുന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി മാറിയിരുന്നു. മാത്രമല്ല അവിടെ എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യഘട്ടത്തിലൊക്കെ 89-90 ഞങ്ങളുടെ പഠിപ്പിക്കുന്ന അധ്യാപിക, ഫോർ എക്സാമ്പിൾ അനാട്ടമിക് ഉണ്ടാവും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മറ്റ് യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരുണ്ടാവും, 5-8 ആൾക്കാരുണ്ടാവും. എന്നിട്ട് നമ്മളോട് ഒരു 2 മിനിറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ വിഷയത്തിൻ്റെ ഏറ്റവും ലളിതമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഒരു 3/4 മണിക്കൂർ നീണ്ടുപോകുന്ന ഇൻ്റർവ്യൂ ആണ്.
എന്നിട്ടാണ് സാക്ഷ്യത്തിൽ 5, 4, 3 മാർക്ക് കിട്ടുക. അപ്പോൾ പിന്നീട് ഇതൊക്കെ പണം കൊടുത്ത് പാസ്സാവുന്ന, കാരണം ഈ അധ്യാപകർക്കൊക്കെ $400 റൂബിളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ $400 എന്ന് പറഞ്ഞാൽ ഒരു കോഴി പോലും വാങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പോൾ ഇവരൊക്കെ ഒരു $100, $50 കൊടുത്താൽ ഈ പരീക്ഷയ്ക്ക്, എഴുത്ത് പരീക്ഷയില്ലല്ലോ, ഈ പരീക്ഷ ഹാജരാവാതെ തന്നെ ജയിപ്പിച്ച് വിടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയൊക്കെ കൊണ്ടാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റഷ്യയിലും യുക്രൈനിലും അതുപോലെ ചൈനയിലും ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേക എൻട്രൻസ് ടെസ്റ്റ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അവിടെ മെഡിക്കൽ പഠനം നടത്തിയ വിദ്യാർത്ഥികളുടെ കാര്യം നമുക്കറിയാം. എൻട്രൻസ് പരീക്ഷയിൽ 10% വിദ്യാർത്ഥികൾ മാത്രമേ ഒരു കൊല്ലം പാസ്സാവുന്നുള്ളൂ. അവർക്ക് വേണ്ടി മാത്രം ഇവിടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. അവിടെ മെഡിസിൻ പഠിച്ചിട്ട് പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയുള്ള MCIയുടെ ആ ടെസ്റ്റ് പാസ്സാവാൻ ഇവിടെ മറ്റൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എവിടെ പോവുകയാണെങ്കിലും നന്നായി പഠിക്കുന്നപ്പം, ഇപ്പോൾ ഇക്കണോമിക് ടൈംസിൽ ഞാൻ ഇന്നലെ വായിച്ചു, ഫീസൊക്കെ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബാങ്ക് ലോണ് എടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ നോക്കുന്നത് റാങ്കിങ് അല്ല യൂണിവേഴ്സിറ്റികൾ ഏതായാലും പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഇത് അങ്ങനെ നോക്കുന്നു. അങ്ങനെ വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്രദറ് ഇവിടെ ഇക്കണോമിക്സിൽ റാങ്ക് ഹോൾഡറായിരുന്നു. അവന് MAക്ക് ഇക്കണോമിക്സിന് പഠിക്കുമ്പോൾ തന്നെ EPW പോലുള്ള വാരികകളിൽ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി പോയാൽ അവന് 75 ലക്ഷം 3 സിനോപ്സിസ് കൊടുത്തു. 3 യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കൊടുത്തത് കാനഡയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവൻ ആ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് ഇവിടെ വീടുണ്ടാക്കുന്നത് വരെ തുടങ്ങി. അങ്ങനെ പോവാം. പണം കൊടുത്തു പോകുമ്പോൾ ഈ ആഡ് ഏജൻസികൾ പറയും ഇതാണ് ഇത്ര പാർട്ട് ടൈം ജോബ് കിട്ടും, സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ പോകും. പക്ഷേ ലണ്ടനിലെ ടൈംസ് സ്ക്വയറിലൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചുറ്റും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചും നോക്കിയും പോയില്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസം ഒരു കെണിയാണ്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട്, ബിൽഡ് our universities and colleges on par with Western standards. അതാണ് നമ്മൾ ചെയ്യണം. അങ്ങോട്ട് പോവുകയല്ല, അവിടുത്തെ നിലവാരത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും നമ്മുടെ കോളേജുകളെയും മാറ്റാൻ ശ്രമിക്കുക. അവരുടെ നിലവാരത്തിൽ ഇപ്പം നമ്മൾ റൂട്ട്ലെഡ്ജ്, എൽസേവിയർ, അതുപോലെ തന്നെ ടൈലർ ആൻഡ് ഫ്രാൻസിസിലൊക്കെ വന്നാൽ എൻ്റെത് ടൈലർ ആൻഡ് ഫ്രാൻസിസിൽ വന്നു. അത്തരം ജേണലുകൾ ഇന്ത്യയിൽ തുടങ്ങാൻ ആ നിലവാരത്തിലുള്ള ജേണൽ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല? പറ്റുമല്ലോ. ചൈനക്കുണ്ട്, സൗത്ത് കൊറിയക്കുണ്ട്, തായ്വാനുണ്ട്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ പലർ റാങ്കിങ്ങിൽ 100-ൽ താഴെ വരുന്ന എത്രയോ ഏഷ്യൻ യൂണിവേഴ്സിറ്റികളുണ്ട്, സിംഗപ്പൂരുണ്ട്. അപ്പം നമുക്കും അങ്ങനെ തുടങ്ങാൻ പറ്റും. അങ്ങനത്തെ ചില വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ കോവിഡിന് ശേഷമാണ് അപ്പോൾ ഷിനാസ് മാഷ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലുൾപ്പെടെ ഇന്ന് എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷയം. അതിൽ കേരളം ഇപ്പം ഈ മാസം 14-15 തീയതികളിൽ നമ്മുടെ കുസാറ്റിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിച്ച് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മൂവ്മെൻറ്റിന് വേണ്ടി ഇപ്പം സർക്കാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണത്തിലേക്കും ഫലത്തിലേക്കും എത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങളിപ്പം കോവിഡിന് ശേഷമാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്. കഴിഞ്ഞ 4 വർഷത്തെ അനുഭവമായിരിക്കാം. ആദ്യം ജോലിക്ക് വേണ്ടി പോയി, ഇപ്പം ജോലി എല്ലാം ഇപ്പം വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുമെന്ന് പറയുന്നു. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രധാന അപകടം എന്ത് എന്ന് നേരിട്ട് അനുഭവമുള്ള നിങ്ങൾക്കാണ്. മറ്റ് പരസ്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് ബോധ്യപ്പെട്ടു. വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നേരിട്ട് പറയാണ്ട് പോയിട്ട് നിങ്ങൾക്കാണ്. കാരണം തൊഴിൽ പ്രതീക്ഷിച്ച് മാത്രം പോയവരുണ്ട്, വലിയ ഇൻകം പ്രതീക്ഷിച്ച് പോയവരുണ്ട്, വിദ്യാഭ്യാസ ആവശ്യത്തിന് പോയി പഠനം ഉപേക്ഷിച്ചവരുണ്ട്, ഇന്ന് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് യഥേഷ്ടം പണം ഒഴുക്കുന്ന ഒരു സാഹചര്യത്തിനും ഇവിടുന്ന് കടമെടുത്ത് ഇന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് പുതിയ വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു പരിഷ്കാരമായ ചിന്ത എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്കാണ്. സമ്പദ് വ്യവസ്ഥയെ തന്നെ വല്ലാതെ ബാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായി തീരും.
പുതിയ പ്രവാസ ലോകത്ത് ജീവിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കുന്ന പണം തിരിച്ചങ്ങോട്ട് കടമെടുത്ത് സ്കോളർഷിപ്പായും മറ്റും പോകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളുടെ അനുഭവം? ഞാൻ കോവിഡിൻ്റെ ആ കാലഘട്ടത്തിലാണ് യു കെയിലേക്ക് എത്തുന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകം പറയുകയാണെങ്കിൽ, പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ ഒടുങ്ങാത്ത അശാന്തിയുടെ ദുരിതപർവം ആരുടെ കോട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു അശാന്തി എൻ്റെ ഒരു ഉള്ളിലുള്ളത് കൊണ്ടാവണം 7 ജോലി കിട്ടി. അത് 7 ജോലിയും ഒരു 6 മാസമൊക്കെ ചെയ്തു. 7 ജോലി ഉപേക്ഷിച്ചു. എയിംസ്, ജിപ്മർ, അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്നു. 1 വർഷം, 1.5 വർഷം, 2 വർഷം. അപ്പോൾ അങ്ങനെ ഞാൻ RCC തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ജോലി ചെയ്യുമ്പോഴാണ് കോവിഡ് കാലം, ഈ 2019-2020. അത് ശരിക്കും ഒരു ആശുപത്രി ജീവനക്കാരി അല്ലെങ്കിൽ ഒരു ആശുപത്രി സ്റ്റാഫ് എന്ന നിലയിൽ ഒരു വിവരിക്കാൻ പറ്റാത്തൊരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, ലോകം ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല, ലോകം മാറാൻ പോവുകയാണ്, കോവിഡാനന്തര ലോകം ഒരു വ്യത്യസ്തമായൊരു ലോകമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയം ഒരു പൊതുജനാരോഗ്യ വ്യവസ്ഥിതി നോക്കുകയാണെങ്കിലൊക്കെ വല്ലാത്തൊരു ക്രാഷിങ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻസെക്യൂർ ഫീല് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും. ഞാനൊരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. കോവിഡ് സമയത്ത് ഒരു ഫ്രണ്ട് ലൈനിൽ നിന്ന് ജോലി ചെയ്തിരുന്ന കുറച്ച് ആരോഗ്യ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോക്കോളുകളൊന്നും ഉണ്ടാവാത്ത കാലത്ത് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ആദ്യത്തെ കോവിഡ് വാർഡൊക്കെ തുടങ്ങി. എങ്ങനെയാണ് PPE കിറ്റ് ഇടുക, ഇതൊന്നും അറിയാൻ വയ്യാതെ എന്തൊക്കെയൊക്കെയോ നമ്മൾ എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ വെച്ചാണ് നമ്മൾ ഫ്രണ്ട് ലൈനിൽ നിന്ന് അന്ന് പടപൊരുതിയത്. അപ്പോൾ ആ ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളും തന്നെ ഈ ഒരു പാൻഡമിക്കിനെ ഒരു വാറായിട്ടാണ് കണ്ടത്. ഇതൊരു യുദ്ധമുഖമായിട്ടുള്ള അവരൊക്കെ അങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും തന്നെ അവരുടെ ഒരു യുദ്ധശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്ററി പവറൊക്കെ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ അവരവരുടെ അവരുടെ ആരോഗ്യ സെക്ടർ, ഹെൽത്ത് സെക്ടർ അതുപോലെ തന്നെ ഒരു പാൻഡമിക് ഇനി വരികയാണെങ്കിൽ, മാത്രമല്ല അന്നത്തെ കാലത്തെ ന്യൂസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും, ഇനിയുള്ള യുദ്ധങ്ങൾ, ഇനിയുള്ള ഒരു വാർ സോണും പഴയ പോലത്തെ ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു മിലിറ്ററി ബോംബാക്രമണങ്ങളായിരിക്കില്ല. പകരം വൈറസുകളാണ് ഇനിയുള്ള യുദ്ധമുഖങ്ങൾ തുറന്നു വെക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസൊക്കെ വന്ന കാലമാണ്. ആ ഒരു ഇൻസെക്യൂരിറ്റീൻ്റെ പുറത്ത് ഒരു 2022 മൈഗ്രേഷൻ കാര്യമായി നടന്നിട്ടുണ്ടായിരുന്നു യൂറോപ്പിലേക്ക്. കാരണം എന്താ വെച്ചാൽ അവരവരുടെ എല്ലാ ഹെൽത്ത് സെക്ടറിനെയും അവർ റിവൈവ് ചെയ്തു. നമ്മളിതൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും പൊതുജനാരോഗ്യങ്ങളെയൊക്കെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അടുത്ത പാൻഡമിക് എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓക്സിജൻ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോട്ടെ, ആ ഒരു 2020 സമയത്ത് നടന്ന മാസീവ് മൈഗ്രേഷൻ സമയത്താണ് ഞാനൊക്കെ UK പോകുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു 2019-2020 സമയത്തൊക്കെ എല്ലാ 6 മാസം അല്ലെ 4 മാസം കൂടുമ്പോഴും 20, 30, 40 നഴ്സുമാരെ ചുമന്നിട്ടുള്ള വിമാനം ശരിക്കും ഇന്ത്യയിൽ നിന്നും UK പറന്നുണ്ടായിരുന്നു. കാരണം UK അവർ 1:1 വരുന്ന രീതിക്ക് പോലും കെയർ കൊടുക്കാൻ രീതിക്കുള്ള പൊതുജനാരോഗ്യ സംവിധാനം അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സെക്ടറാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ വൃദ്ധരെയും നോക്കാൻ അവർക്ക് കെയർ ഹോമുകളുണ്ട്. എല്ലാ വൃദ്ധർക്കും അവർക്ക് കിട്ടുന്ന എല്ലാ ക്വാളിറ്റി കെയർ കൊടുക്കാനും പറ്റുന്ന പരിതസ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ജോലി സാധ്യത ആ ഒരു കാലത്ത് പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല. ആ 2019-2020 കാലഘട്ടത്തിൽ ഒരുപാട് സീനിയർ കെയറർ വിസ, വർക്ക് വിസ, ഈ കെയർ ഹോമിലേക്കുള്ള വിസ, അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ മനുഷ്യർ ഇവിടെ നിന്ന് UK ഒഴുകുകയുണ്ടായി. ശരിക്കും സ്റ്റുഡൻസിൻ്റെ മൈഗ്രേഷൻ അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു നിഗമനത്തിൽ 92 പോസ്റ്റ് 92 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ് കുറേ തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റി UK ഉണ്ടായിരുന്നു. കാരണം ഒരു 92 കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോളിടെക്നിക് സ്ഥാപനങ്ങളൊക്കെ തന്നെ അവർ യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ഞാൻ താമസിക്കുന്നത് കേംബ്രിഡ്ജാണ്. കേംബ്രിഡ്ജ് ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ പോയാൽ ഓക്സ്ഫോർഡ് ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ പഠിക്കുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വളരെ ചുരുക്കം കോളേജുകളേ ഉള്ളൂ.
അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലെന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതിന് പുറത്ത് ഈ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ തന്നെ അഫിലിയേറ്റഡും അൺഅഫിലിയേറ്റഡും ആയിട്ടുള്ള ആയിരക്കണക്കിന് കോളേജുകളുണ്ട്, തട്ടുകട പോലത്തെ കോളേജുകളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെയുള്ളവർക്ക് അറിയില്ല. ഇവിടെയുള്ളവർ കേൾക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ദേ കോളേജിലാണ് എൻ്റെ മോന് പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നതെന്നാണ്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ഒരു മലയാളിയുടെ ഒരു പൊതുബോധത്തെ പരിശോധിക്കുകയാണെങ്കിൽ അവരൊരുപാട് ലെഗസി സൂക്ഷിക്കുന്നവരാണ്. അതായത് ജവഹർലാൽ നെഹ്റു പോയി പഠിച്ച സ്ഥലം, ബിലാത്തിക്ക് പോയി പഠിപ്പിച്ചു, അല്ലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഗാന്ധിയെ പണ്ട് ബിലാത്തിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു വിഷനാണ്. നമ്മുടെ ആ ഉള്ളിൽ ആ പോസ്റ്റ് കൊളോണിയലായിട്ടുള്ള ഒരു ചിന്ത ഇപ്പോഴും കിടപ്പുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടനിൽ പോയി പഠിക്കുന്നു, എൻ്റെ ചെറുമകൻ ബ്രിട്ടനിൽ പോയി. അവർക്കതൊക്കെ പറയുന്ന ഒരു വലിയ സന്തോഷമാണ്. പക്ഷേ ബ്രിട്ടനിൽ പോയി ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ബ്രിട്ടനിലെ തട്ടുകടയിലാണ് ഇവർ പണിയെടുക്കുന്നത്. അല്ലെ ബ്രിട്ടനിൽ പോയി ഏത് അമ്മാമ്മേൻ്റെ പാഡ് മാറ്റുക, ഏത് അമ്മാമ്മേനെ എടുത്തു ചുമന്നുകൊണ്ട് അടക്കുക, ഇതൊന്നും നമുക്കിവിടെ ഉള്ളവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. 30 ലക്ഷം 40 ലക്ഷമൊക്കെ ഷോമണി കാണിച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് ചെയ്യുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഷോമണി. ആ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും, ചേച്ചി ഷോമണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷോമണി സെറ്റ് ചെയ്യണം. എൻ്റെ അമ്മാവനൊരു FD ഉണ്ട്, സംസാരിക്കുന്നുണ്ട് ഒന്ന് ഷോമണിക്ക് എടുക്കാനായിട്ട്, പുള്ളി മൂപ്പിലാൻ തരത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക. ഈ ഷോമണി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പേയ്മെൻറ്റിനുള്ള ഒരു ഘട്ടം ഇൻസ്റ്റാൾമെൻറ്റ്, പിന്നെ ഒരു 2-3 മാസം ഭക്ഷണം കഴിക്കാൻ, താമസിക്കാൻ, നമ്മുടെ റെൻറ്റ്, ഗതാഗത ചെലവ്, ഇതിനൊക്കെ കൂടി നമ്മുടെ കയ്യിലൊരു തുക വേണം. നമുക്ക് ഈ പറയുന്ന പാർട്ട് ടൈം ജോലികൾ കിട്ടുക, അതൊക്കെ സെറ്റായി കിട്ടാനൊരു കാലയളവ് എടുക്കും. നമ്മൾ ആ നഗരം പഠിച്ചെടുക്കണം, നഗരത്തെക്കുറിച്ച് അറിയണം, നമുക്ക് അവിടുത്തെ ആക്സെൻറ്റ് മനസ്സിലാവണം. ഞാൻ ലണ്ടനിലാണ് ആദ്യം വന്നിറങ്ങിയത്. ലണ്ടനിൽ വന്ന് എനിക്ക് പിന്നെ എല്ലാ ജോലിയും ഒരു വർഷം 1.5 വർഷത്തിൽ മടുക്കും. അങ്ങനെ ഇന്ത്യയിൽ തന്നെ 8 ജോലി കഴിഞ്ഞു. ഇപ്പോൾ UK വന്നിട്ട് ലണ്ടനിൽ 2.5-3 വർഷം കഴിഞ്ഞിപ്പോൾ കേംബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഓക്സ്ഫോർഡ് പോകുമായിരിക്കും. അപ്പോൾ ലണ്ടനിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ലണ്ടനിൽ പകുതി ആക്സെൻറ്റ് കൊക്നി ആക്സെൻ്റാണ്. നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അന്തം വിട്ട് നിൽക്കും ഇവരെന്താ പറയണേന്ന്. ഇപ്പോൾ പുതപ്പ് ചോദിക്കുന്ന അമ്മാമ്മയ്ക്ക് നമ്മൾ ബിസ്ക്കറ്റാവും കൊണ്ട് കൊടുക്കുക. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ആക്സെൻറ്റ് പഠിക്കണം, നമ്മൾ പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കണം. ഇത്രയും സമയത്തിന് നമുക്ക് റോൾ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ കാശും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങടേക്ക് പോകാൻ. ഇതിൻ്റെ പേരാണ് നമ്മൾ ഇതൊക്കെ അവിടുത്തെ ഗവൺമെൻറ്റിന് കാണിക്കണം, നമ്മളൊരു ബാധ്യത ആകില്ല. ഈ ഷോമണിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോണുകൾ വലിയ 30 ലക്ഷം 40 ലക്ഷം, ചുരുങ്ങിയത് ഒരുവിധം എല്ലാ 3 വർഷത്തെ കോഴ്സിന് അല്ല 2 വർഷത്തെ കോഴ്സിന് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും എടുക്കുന്ന ഏകദേശം 30 ലക്ഷം വരും. ആവറേജ് വരുന്ന എമൗണ്ടാണ് അവരിവിടെ ഷോമണി കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാ കുട്ടികളും അംബീഷ്യസ് ആണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മളൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹേർഡ് ചിന്താഗതി ഉണ്ടാക്കി വയ്ക്കും. അതായത് ഒരു പരിസരത്തുള്ള എല്ലാ കുട്ടികളും എൻജിനീയർമാർ, ഡോക്ടർമാരാണെങ്കിൽ അവിടെ പൊതുവെ അങ്ങനെ ഒരു തരംഗമാണ്. അതുപോലെ തന്നെ ഒരു UK പോക്കലൊരു തരംഗമാണെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളും തന്നെ അത്രയും അംബീഷനുള്ളവരാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഞാൻ ബംഗാളിൽ ഇടയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഈ ആശുപത്രി പോകുന്നത് പോലും അവർക്ക് ട്രെൻഡല്ല. അവരെന്തെങ്കിലും വരികയാണെങ്കിൽ മന്ത്രവാദിയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കാറാണ് അവിടുത്തെ ട്രെൻഡ്. അപ്പോൾ അവർക്കതൊരു കുഴപ്പമില്ല, മന്ത്രവാദിക്കുള്ള പൈസ ചില്ലറത്തൊട്ട് മാത്രം അവർ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ കേരളത്തിലുള്ള മനുഷ്യർ ഭയങ്കര അംബീഷ്യസാണ്. എല്ലാ കുട്ടികളും അംബീഷ്യസാണ്. ഒരു 5 കുട്ടികൾ UK പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഒരുവിധം എല്ലാവരും തന്നെ അങ്ങനെ ആഗ്രഹിക്കും. ഇപ്പം മിഡിൽ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചും കൂടി താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളാണെങ്കിൽ ഈ ഷോമണി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു 30 ലക്ഷം 40 ലക്ഷം നമുക്ക് സെറ്റാക്കുകയാണെങ്കിൽ UK ചെല്ലുക. 3 വർഷത്തെ കോഴ്സ് അല്ല 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ 2 വർഷത്തെ സ്റ്റേ ബാക്കാണ് ഈ പോകുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും പ്രതീക്ഷ. ഈ 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ നമ്മൾ ഇവിടെ ഒരു വിസ ഒപ്പിക്കുക, പിന്നെ നമുക്ക് UK സെറ്റിൽമെൻ്റ് ആയി. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും കാൽക്കുലേഷൻ. ഈ 30 ലക്ഷം 40 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് UK സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടേ നമ്മൾ ഈ പോകുന്ന എല്ലാ കുട്ടികളും കാണുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വളരെ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ ഈ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു വേൾഡ് ഉണ്ട്.
ഇപ്പം അതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിർച്വൽ വേൾഡ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എല്ലാ മനുഷ്യരും ഈ അടുത്തായിട്ട് പാമ്പർ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആണ് അല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലൊരു പൊളിഞ്ഞ മതിലിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമ്മൾ അധികം ഇൻസ്റ്റാഗ്രാം റീൽസോ സ്റ്റോറീസോ ഒന്നും എടുക്കില്ല. പകരം കോസ്റ്റ കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു സ്റ്റോറി എങ്കിലും ഇട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു KFC ഒരു ബക്കറ്റ് ചിക്കൻ വാങ്ങിച്ചാൽ അന്ന് സ്റ്റോറി ഉറപ്പാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഒരു സെറ്റായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിൽ ഈ എബ്രോഡ് പോകുക എന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ പാഷനാണ്. അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ റിയാലിറ്റി ആയിട്ട് അത് ഭയങ്കരമായി മാച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിലൊക്കെ ഈ 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷത്തിൻ്റെ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവും. ഈ റിസ്ക് എടുക്കാൻ അവർ എപ്പോഴും സമീപിക്കുക, ഒന്നുകിൽ അച്ഛൻ്റെ അമ്മേൻ്റെ FD എടുക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആധാരം കൊണ്ടുവന്ന് ബാങ്കിൽ വെക്കുക. അങ്ങനെ ഇവരുടെ ഒരു കാൽക്കുലേഷൻ എന്താ വെച്ചാൽ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലികളോ ഫുൾ ടൈം ജോലികളോ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ നമുക്ക് തിരിച്ചടച്ച് നമുക്ക് അവിടെ ഒരു പെർമനൻ്റ്ലി നമ്മൾ അവിടെ ആകുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ കുറച്ചു കാലം മുന്നേ, ഒരു 10 വർഷം മുൻപ് വരെ അങ്ങനെ ഒരു സാഹചര്യം തന്നെയായിരുന്നു UK ഉണ്ടായിരുന്നത്. ഇപ്പോൾ UK വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന പറയുന്ന ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു വിഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വെയർ ഹൗസിൽ പോയി പണിയെടുക്കാം, സൂപ്പർ മാർക്കറ്റിൽ പോയി പണിയെടുക്കാം, മാർജിൻ ഫീ പോയി പണിയെടുക്കാം എന്ന് പറയുന്ന പണ്ടത്തെ ശ്രീനിവാസൻ സിനിമകളിലുള്ള പോലെ കിളച്ചാൽ കിട്ടുമല്ലോ 300 രൂപ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി അയൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വേറെ നാട്ടിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പണിയെടുത്താലും നമുക്ക് ഈ പറഞ്ഞ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 2024 ഈ അടുത്ത് UK കുറേ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതിന് കാരണം ഇപ്പോൾ സാറ് 2 പേരും പറഞ്ഞു UK വളരെ, അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ട് റേഷ്യലായിട്ടുള്ള പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി എനിക്ക് UK കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കാരണം എന്ത് വെച്ചാൽ UK അതിൻ്റെ കോർ പോപ്പുലേഷൻ, അതിൻ്റെ യഥാർത്ഥ ജനത, അവർക്ക് ഭയങ്കരമായി അവർ അസ്വസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ബേസിക് പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിഫോം പാർട്ടിയെ പോലുള്ള തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള പാർട്ടികൾ ഭയങ്കര ശക്തമാവുകയും കഴിഞ്ഞ 1 വർഷം നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിരിക്കും ഓടിച്ചിട്ട് തല്ലുന്നുണ്ടായിരുന്നു ഈ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ പാകിസ്ഥാനികളെയൊക്കെ. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് കലാപങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവേ ഈ ആളുകൾ പുറത്തുനിന്ന് ഈ ഇമിഗ്രൻസ് അധികം വരുന്നത് UK പോപ്പുലേഷൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ യഥാർത്ഥ ബ്രിട്ടീഷുകാർ റീഫോം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ബ്രിട്ടനെ അതിൻ്റെ ക്ലാസിക് ഏജിലേക്ക്, അതിൻ്റെ എലഗൻ്റ് ആയിട്ടുള്ള ആ വിക്ടോറിയൻ പീരീഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം, ബ്രിട്ടൻ്റെ പ്രതാപം തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പുതിയൊരു പാർട്ടീനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യർ കുടിയേറാൻ, അതായത് UK വരാനായിട്ടുള്ള ഒരു മാർഗമായിട്ട്, ഒരു രക്ഷാകര ദൗത്യമായിട്ടെന്നൊക്കെ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ 2024 കണ്ടാൽ മനസ്സിലാവും സകല നിയമങ്ങളും അവർ വെട്ടിച്ചുരുക്കി. സീനിയർ കെയർ വിസയിൽ വരുന്ന ആർക്കും, അതായത് കെയറർ വിസ, കെയർ ഹോമിലേക്ക് വരുന്ന വിസയിൽ വരുന്ന ആർക്കും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല, സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ശരിക്കും മാരീഡ് ആയിട്ടുള്ളവർ വരുന്നുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും സ്റ്റുഡൻറ്റ് വിസ എടുക്കണം, ഭാര്യയും ഭർത്താവും ഇതേപോലെ കെയറർ വിസയിലേക്ക് മാറണം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു കെയറർ വിസയ്ക്കൊക്കെ അവിടുത്തെ മീഡിയേറ്റേഴ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 20 ലക്ഷം 30 ലക്ഷമാണ്. 30 ലക്ഷത്തിന് ലോൺ എടുത്ത് വന്നവർ ഈ സ്റ്റേ ബാക്ക് പീരീഡിന് വീണ്ടും ഒരു വിസയ്ക്ക് 30 ലക്ഷം ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. ഇനി ഇങ്ങനെ ഈ 30 ലക്ഷം കിട്ടിയാൽ തന്നെ അവിടെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കെയർ ഹോമിലാണ്. ഒരു കെയർ ഹോമിൽ ഒട്ടും നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു അന്തരീക്ഷം ഒന്നല്ല UK അപാരമായ വിഷാദമൊക്കെ വരാൻ സാധ്യതയുള്ള, ഒട്ടും പ്രകാശമില്ലാത്ത, വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതീവ ഒരു ഡള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുത്തെ പാട്ടുകളിലും അല്ലെങ്കിൽ റീലുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൈഫല്ല ശരിക്കും UK യെസ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അവസാന കാലത്ത് 89 റഷ്യയിൽ പോയ അനുഭവം 2005 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രതാപകാലം 2005 മുതൽ കോവിഡ് വരെയുള്ള ഒരു 1.5 പതിറ്റാണ്ടാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നും
ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോയി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തി ഈ തലമുറ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വിഭാഗമുള്ളത് ഈ പറയുന്ന 1.5 പതിറ്റാണ്ട് കാലത്തിനൊരു അനുഭവം. ആ കാഴ്ച കണ്ട് ആകർഷിച്ചു പോയ കോവിഡിന് ശേഷമുള്ള പുതിയ അനുഭവത്തിൻ്റെ ദുരിതം ഉൾപ്പെടെ ഇവിടെ കേട്ടു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബോധ്യപ്പെടും, ഒന്ന് രാഷ്ട്രീയ കാരണമാണ്. കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഷിനാസ് ഇന്ന് ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കായിരിക്കാം. കാരണം സോവിയറ്റ് യൂണിയൻ തകർച്ചയോട് കൂടിയിട്ടാണ് ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആകെ വന്ന മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ വന്ന മാറ്റം. ഇന്നിപ്പോൾ ചരിത്ര വിഭാഗം മേധാവിയായി ജോലി ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അവിടെ ഉള്ളതെന്ന്. എന്നാൽ ജോൺസൺ ജമൻ്റ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് അനുഭവമാണ് പറഞ്ഞത്. കാരണം 2005 ഒരു പ്രതാപകാലമാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രതാപമായി സാമ്പത്തിക സ്ഥിതി നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്താകെ വന്ന സാഹചര്യം. മാത്രമല്ല തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ഇത്തരം രാജ്യങ്ങളിലെല്ലാം രാഷ്ട്രീയ അധികാരം നേടിയതിൻ്റെ അനുഭവം. ഈ തീവ്ര വലതുപക്ഷ ശക്തികൾ എപ്പോഴും ഈ അനാവശ്യമായി ഉന്നയിക്കുന്ന ചില വാദങ്ങളുണ്ടാവും. അത് അമിതമായ ദേശീയവാദമായിരിക്കും. ആ ദേശീയവാദമാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക. പ്രത്യേകിച്ചും മറ്റുള്ളതിനെയൊന്നും അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് പോവുക, പുറമേ നിന്നുള്ളവർക്കിടയിലേക്ക് മറ്റുള്ളവരെ ശത്രുവാക്കി ഒരു അപരവൽക്കരിക്കപ്പെടുക. ഈ അപരവൽക്കരണം ഏറ്റവും ശക്തിപ്പെടുത്തുക തീവ്ര വലതുപക്ഷമാണ്. അത് ഇന്ത്യയിലും കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ലോകത്തെമ്പാടും ഈ തീവ്ര വലതുപക്ഷ ശക്തികൾ പുറമേ നിന്ന് വരുന്നവരെയൊന്നും അംഗീകരിക്കാത്ത സാഹചര്യം. അപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ജോലിക്ക് വരുന്നവരെ ഏറ്റവും അപരവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം നമുക്കറിയാം. ഏത് വിഭാഗമെന്നറിയാം. കാരണം അത് ഈ പറയുന്ന തീവ്ര വലതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു വർഗീയ വിഭാഗങ്ങളായിരിക്കാം. അത് ലോകത്തെമ്പാടും ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ഇനി എന്ത്? കാരണം പുതിയ അനുഭവം പറഞ്ഞു കഴിഞ്ഞു. കാരണം മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ല ഏതായാലും പോകുന്നത്. 1% മാത്രമേ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് നിങ്ങൾ പറയുന്ന കേരളത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നാൽ തിരുത്താമെന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം അവിടത്തേക്ക് പോകുന്നത് ഒന്ന് പാർട്ട് ടൈം ജോലി, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി, അതിനുശേഷം 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ശമ്പളം ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്നതാണ്. കാരണം ഒരു ഏറ്റവും സാമ്പത്തിക സ്ഥിതിയിൽ തകർത്തരിപ്പണമായ ഇന്ത്യയെ സംബന്ധിച്ച് 2 ലക്ഷം 3 ലക്ഷം രൂപ നഴ്സിന് കൊടുക്കാൻ അടുത്ത കാലത്ത് സാധിക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ പുറമേ പോയി ഇവിടെ നിന്നുള്ള പണം കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ച് കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ആകെ ഉള്ളതിനൊരു 5-6 മിനിറ്റാണ്. എന്താണ് പുതിയ കാലത്ത് ഇതിനുള്ള പ്രതിവിധി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വളരെ ചുരുക്കം ഒരു 2 മിനിറ്റ് സമയത്ത് ആദ്യം ജോൺസൺ ജമൻ്റ് എന്ന് പറയുക. പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുപോലുള്ള സെഷൻ പല അനുഭവങ്ങളും പല തരത്തിലുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ എനിക്കുള്ള അനുഭവമല്ല ഉദാഹരണത്തിന് ഇവിടെയുള്ളത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ചർച്ച ഇപ്പോൾ കേരളത്തിലില്ല. അതാണ് ഈ സെഷൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതാണ് അഡ്വർടൈസ്മെൻറ്റിൽ മാത്രമാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ആരോഗ്യകരമായ ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. തീർച്ചയായിട്ടും അവിടുത്തെ ഈ പല ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ പറയണം. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഈ ആസ്പിരേഷൻസ്, നമ്മുടെ ആസ്പിരേഷൻസ്, അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് മലയാളികൾക്ക് ഹയർ ആസ്പിരേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പുതിയ തലങ്ങൾ, പുതിയ ഇടങ്ങൾ തേടി പോകാനുള്ള ഒരു ത്വര നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും വേണം. അപ്പോൾ രണ്ടും വേണം. അപ്പോൾ ആ ആസ്പിരേഷൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് നമുക്ക് ചെയ്യാനുള്ളത് അഗൈൻ അവിടെ സ്കോളർഷിപ്പ് ഒത്തിരി ഉണ്ട്. സ്കോളർഷിപ്പ് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം എൻ്റെ ഈവൻ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ 3 കുട്ടി, ഒരാൾക്ക് ചെവനിങ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് അത് ചെവനിങ് സ്കോളർഷിപ്പ് സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുപോലെ തന്നെ സസെക്സ് യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ്. അങ്ങനെ ഞാൻ എപ്പോഴും കുട്ടികളോട് അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രം 50% കൂടുതലെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രം നിങ്ങൾ പോവുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് അഡ്വൈസ്. അതിൽ യുവജന കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ നോർക്കയുമായിട്ട് ചേർന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. ഇനി നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി മെച്ചപ്പെടാനുള്ള ഒരു നിർദ്ദേശം കൂടി വയ്ക്കുകയാണ്. പിന്നെ നമ്മളിതിനെ കുറച്ചുകൂടി ഇതിനെ കൃത്യം പഠിക്കണമെന്നുള്ളതാണ്. നേരത്തെ മൈഗ്രേഷൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കുറേ മൈഗ്രേഷൻ ടു ഗൾഫ് കൺട്രീസിനെ കുറിച്ച് മൈഗ്രേഷൻ സ്റ്റഡീസ് നടത്തിയിരുന്നു.
ഹൃദയരാജൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അതുപോലെ ഈ മൈഗ്രേഷൻ സ്റ്റഡീസ്, അതായത് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് തൊഴിലുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും എക്കണോമിക് ഇത് തന്നെയാണ് ഒരു ലക്ഷ്യം. പക്ഷേ അത് മാത്രമല്ല, അവരൊരു ഫ്രീഡം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പോയാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാം, എൻജോയ് ചെയ്യാം കുറച്ച്. പക്ഷേ വാസ്തവത്തിൽ അത് ശരിയല്ല. കാരണം കാലാവസ്ഥയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങ് നടക്കാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ അവിടുത്തെ ബാരിയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ അക്കാഡമിക് സ്ഥാപനങ്ങളെ കുറച്ചുകൂടി ഒരു റിസർച്ച് കൾച്ചർ കൊണ്ടുവരാൻ പറ്റുമോ, ഒരു അക്കാഡമിക് കൾച്ചർ കൊണ്ടുവരാൻ പറ്റുമോ, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഇവിടുത്തെ പല സ്ഥാപനങ്ങളിലും, കേരള യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, MG യൂണിവേഴ്സിറ്റിയിലെയും പല സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രത്യേകിച്ച് റിസർച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുള്ള, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ ഒരു അക്കാഡമിക് കൾച്ചർ, റിസർച്ച് കൾച്ചറിൻ്റെ ഒരു വലിയൊരു പോരായ്മ വളരെ ശക്തമായിട്ടുണ്ട്. അതെങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷിനാസ് മാഷിനോടാണ് ചോദ്യം. താങ്കൾക്ക് റഷ്യ എന്ത് തന്നു, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എന്ത് കിട്ടി? അതിൻ്റെ ഒരു നീക്കി ബാക്കി എന്താണ്? റഷ്യയിൽ ഞാൻ പോയത് മെഡിക്കൽ ബിരുദം കിട്ടാനായിരുന്നു. അത് കിട്ടിയില്ല. അതിൽ ഞാൻ ഖേദിക്കുന്നുമില്ല. പക്ഷേ റഷ്യ മാത്രമല്ല, സെൻട്രൽ ഏഷ്യയിലെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അസർബൈജാൻ, ജോർജിയ, ആർമേനിയ, മൾഡോവ, ലാത്വിയ, ലിത്വാനിയ, ഈസ്റ്റോണിയ, പോളണ്ട്, ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, അതുപോലെ തന്നെ ബൾഗേറിയ, ഹംഗറി, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, നാനാവിധ സംസ്കാരങ്ങൾ അറിയാൻ, റഷ്യൻ ഭാഷയും ആർമീനിയൻ ഭാഷയും പ്രത്യേകം പഠിക്കാൻ, അതൊക്കെ കഴിഞ്ഞു. അത്രയും അധികം ആളുകളെ, സംസ്കാരങ്ങളെ നേരിട്ട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നീക്കിബാക്കി. രണ്ടാമത്തൊന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയും അല്ലാതെയും ഒക്കെ അമേരിക്കയിലും കാനഡയിലും UK യിലുമൊക്കെ പോയവരുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ എനിക്കറിയാം. ഞാൻ തന്നെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അക്കാലത്തും പിന്നീടും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, റഷ്യയിൽ നിന്ന് കിട്ടിയ ഒരു നീക്കിബാക്കി കൂടിയാണ്. നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു ജോലി ചെയ്യുന്നവരിൽ നേരത്തെ ശ്രീമതി ഐശ്വര്യ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പല ജോലികളും, അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഇവിടെ അത്യാവശ്യം നന്നായി പഠിച്ച് കഴിഞ്ഞുകൂടാനുള്ള ജോലി ഇവിടെ കിട്ടിയാൽ ഇതിനോളം നല്ലൊരു സ്ഥലം ലോകത്തില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതും കൂടി റഷ്യയിൽ മാത്രമല്ല, ഈ നാടുകളൊക്കെ ചുറ്റിക്കറങ്ങിയത് കൊണ്ട് കിട്ടിയ ഒരു ബോധ്യമാണ്. കാരണം ഇവിടെ ഞാൻ റാങ്ക് വാങ്ങണം, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ ഏത് വിഷയവും പഠിച്ചോളും, ആ വിഷയത്തിൽ നിങ്ങൾ മുൻനിരയിൽ ആണെങ്കിൽ ഇവിടെ ജോലിയുണ്ട്. റാങ്കല്ല, മുൻനിര എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന മൊഡ്യൂൾസ് മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ സിലബസിനപ്പുറമുള്ള ഒരു ജ്ഞാന മണ്ഡലം നിങ്ങൾ സ്വായത്തമാക്കിയാൽ, നിങ്ങൾ അതിലേക്ക് കടന്നാൽ നിങ്ങൾ മുൻനിരയിലാണ്. അങ്ങനെ മുൻനിരയിലുള്ളവർക്ക് ഏത് വിഷയം പഠിച്ചാലും നമ്മുടെ നാട്ടിൽ ജോലിയുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള ജോലിയുണ്ടെങ്കിൽ ഇത്രത്തോളം നല്ല ഒരു സ്ഥലം ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരനുഭവം. അപ്പോൾ 1 മണിക്കൂർ, അപ്പോൾ 3 പേര് അവരുടെ അനുഭവം. കൂടെ ചോദ്യം ഇല്ലല്ലോ, ഉണ്ടാ? ഇനി സമയം അനുവദിക്കുന്നില്ല, അതാ പ്രശ്നം. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു LLB വിദ്യാർത്ഥിയാണ്. ഞാനാണെങ്കിൽ പോലും ഇവിടെ ഒരു LLM ചെയ്യില്ല. UK യിലോ അല്ലെങ്കിൽ വേറെ ജർമ്മനിയിലോ എവിടെയെങ്കിലും ഇൻ്റർനാഷണൽ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അവിടെ LLM ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ
ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്നാൽ ഇവിടെ നമുക്ക് അത് കിട്ടാതെ പോകുമ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം നമ്മൾക്ക് തരാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 2024 ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം എടുത്ത് DYFI മനുഷ്യച്ചങ്ങല രൂപീകരിച്ചു. അപ്പം ആ കേന്ദ്ര അവഗണനയെ പറ്റി അല്ലെങ്കിൽ കേന്ദ്രം നമുക്ക് വേണ്ടി തരാതെ വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റിനെ ഹനിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അതെ, ഈയിടെ ഹിന്ദുവിൽ വന്ന ലേഖനത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ന മാർജിനലൈസ്ഡ് ബൈ കാസ്റ്റ്, മാർജിനലൈസ്ഡ് ബൈ എഡ്യൂക്കേഷൻ എന്നുള്ള ലേഖനം വന്നിരുന്നു ആ തലക്കെട്ടിൽ. ആ ലേഖനത്തിൽ ചില ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയ 8,000 പേർക്ക് ഒരു പ്ലേസ്മെൻറ്റും ആയിട്ടില്ല. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് അണ്ടർ എംപ്ലോയിഡാണ് ഇന്ത്യയിൽ. GDP വളരുന്നു, കുതിക്കുന്നു, മറ്റത് എന്നൊക്കെ പറയുമ്പം ജോബ്ലെസ് ഗ്രോത്താണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അപ്പോൾ ജർമ്മനിയിൽ ലോ ഏറ്റവും അധികം പേയിങ് ജോബാണ് ലോ ജർമ്മനിയിൽ. കാനഡയിൽ പോയാൽ ഡെൻറ്റിസ്റ്റുകൾക്ക് അവിടെയുള്ള ചില ബന്ധുക്കളൊക്കെ ഇവിടെ വന്നിട്ടാണ് പല റൂട്ട് കനാലും ഒക്കെ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ 10 മടങ്ങ് പണമാണ് അവിടെ ഡെൻറ്റിസ്റ്റുകളാണ് കൂടുതലുണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം, നമ്മളിപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ, ഡെൻറ്റിസ്റ്റ്, ഇതിനൊക്കെ ഒരു ഭയങ്കര ബഹുമാന്യത, ഒരു ഗ്ലോറിഫിക്കേഷൻ വന്നത് ക്യാപിറ്റലിസത്തിന് ശേഷമാണ്. മാർക്സ് പറയുന്നുണ്ട്. വൈദ്യവൃത്തി അത് നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു? വൈദ്യനെ ചൊല്ലൂടുക. വൈദ്യൻ വരുന്നു, നമ്മളെ നോക്കുന്നു, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പച്ചമരുന്നോ തന്ന് നമ്മളെ കൊടുക്കുന്ന ഇത് വാങ്ങിപ്പോകുന്നു. ഇന്ന് വൈദ്യനെ ചൊല്ലൂട്ടാൽ വരുമോ? നമ്മൾ വൈദ്യനെ വിളിച്ച് ബുക്ക് ചെയ്യണം. അതാണ് മുതലാളിത്തം വൈദ്യനെ പെട്ടെന്ന് ഇതിലേക്ക് ഉയർത്തി. അതുപോലെ അഭിഭാഷക വൃത്തി, അതൊക്കെ ഈ രീതിയിൽ അതായത് കൂലി സാധ്യത, ഏറ്റവും കൂടിയ കൂലി സാധ്യതയും ജോലിയും തമ്മിലുള്ള ബന്ധം ഒരു നാഭീനാള ബന്ധമായി വിക്ഷേപിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ കുട്ടികളോട് ഇപ്പം ഡെൻറ്റിസ്റ്റ് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വായിലൊക്കെ ആണ് നമ്മൾ പണിയെടുക്കുന്നത് ഡെൻറ്റിസ്റ്റുകൾ. അത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്, അഭിമാനവും അന്തസ്സുമുണ്ട്. മറ്റൊരു തരത്തിൽ, മറ്റൊരു ഫ്യൂഡൽ ചിന്തയിൽ നോക്കുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ പണി അത്ര നല്ല പണി ആയിട്ടൊന്നും, പക്ഷേ അതിന് അങ്ങനെ. ഇപ്പം നോക്കൂ, ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, ഇപ്പോൾ എല്ലാ മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിശ്ചയം എടുക്കുകയാണ്. ഒരു സാനിറ്ററി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രെയിനേജും കാര്യങ്ങളും ഒക്കെ പരിപാലിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സാനിറ്ററി ഇൻസ്പെക്ടർ, അതിന് ഏതാണ്ട് ഒരു KAS, IAS അല്ലെങ്കിൽ സിവിൽ സർവീസിനൊക്കെ തുല്യമായ ഒരു പാക്കേജ്, UGC, ഞങ്ങൾക്കൊക്കെ UGC പാക്കേജ്, സർക്കാർ വീട്, സർക്കാർ കാറ് ഒക്കെ കൊടുത്തു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ആ പദവിക്ക് വേണ്ടി എൻട്രൻസ് പരീക്ഷാ സെൻറ്ററുകൾ, കോച്ചിങ് സെൻറ്ററുകൾ വരും. അതിൽ എഴുതി ജയിക്കുന്നവരെ പത്രക്കാരും ചാനലുകാരും ഇൻ്റർവ്യൂ ചെയ്യും. 5ാം ക്ലാസ് മുതൽ ഈ മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ മുനിസിപ്പാലിറ്റിയിലെ സാനിറ്ററി ഇൻസ്പെക്ടർ ആവുകയായിരുന്നു എൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയും. അതാണ്, അങ്ങനെയാണ് ജോലിക്ക് മാന്യത. ക്യാപിറ്റലിസമാണ് ഓരോ ജോലിയെയും ഇടിച്ചു താഴ്ത്തുന്നതും ഉയർത്തുന്നതും. ഇപ്പോൾ പണ്ട് സ്കൂൾ അധ്യാപകർക്കൊക്കെ എന്തൊരു ബഹുമാന്യതയായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ. സമയം ഷിനാസ് മാഷ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സമയം ഏതാണ്ട് ഒരു 5 മിനിറ്റ് അധികം വന്നു, അടുത്ത സെഷൻ ആരംഭിക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനകത്ത് ക്രോഡീകരിക്കാം. 3 പേരും പറഞ്ഞ അനുഭവം വെച്ച് നോക്കിയാൽ, ഒന്ന്, മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസം പുറത്തുപോയി നേടുക, അത് UK-യിലായാലും റഷ്യയിലായാലും ഉക്രൈനിലായാലും, അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പിന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുക എന്ന താല്പര്യം കൊണ്ട് മാത്രമാണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പുതിയ കാലത്ത് സാമ്പത്തിക നഷ്ടവും സമയവും ജീവിതാകെ തകരുന്ന അവസ്ഥയിലേക്കാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്ന് അടുത്ത കാല അനുഭവം നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതിന് നേരെ അനുഭവം തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഐശ്വര്യ കമല സാക്ഷ്യപ്പെടുത്തി. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്ന്, കേരളത്തിൽ ഇതെങ്ങനെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യുവജന കമ്മീഷൻ അടുത്ത വർഷം യുവജനക്ഷേമ ബോർഡ് ഉൾപ്പെടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി ഈ മേഖലയിൽ ഒരു പ്രത്യേക പ്രൊജക്റ്റ് വെച്ച് തന്നെ വിദ്യാർത്ഥികളെയും പുതിയ തലമുറയെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സംസ്ഥാന സർക്കാരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. കേരളമാണെങ്കിൽ ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒന്നേ ഉള്ളൂ, സ്വീപ്പർ തസ്തികയിലേക്ക് 2 ലക്ഷം രൂപയാണ് ശമ്പളമെങ്കിൽ സ്വീപ്പർ തസ്തികയിലേക്കായിരിക്കാം ബഹുഭൂരിപക്ഷം അപേക്ഷിക്കുക, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പണമാണ് ഉദ്ദേശം, അത്രയേ ഉള്ളൂ, അതിനപ്പുറം മറ്റൊന്നുമില്ല. മുനിസിപ്പാലിറ്റിയിൽ സ്വീപ്പർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പിയൂണിനാണ് 2.25 ലക്ഷം ശമ്പളം പിയൂണിനാണെങ്കിൽ സ്വാഭാവികമായും മാനേജർ പോസ്റ്റിലല്ല പിയൂൺ തസ്തികയിലേക്കേ അപേക്ഷിക്കുകയുള്ളൂ. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, മുതലാളിത്തം പണമാണ് ആത്യന്തികമായി നമ്മൾ ഏതിലേക്ക് തിരിയണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക്. കാരണം ഇവിടെ 25,000 രൂപയാണ് ശമ്പളം, 30,000 സാലറി, അവിടെ 3 ലക്ഷം സാലറി ലഭിക്കും. അതെങ്ങനെയാണ് എത്തിക്കാൻ വേണ്ടി പറ്റുക, അതിന് സന്തോഷം എത്രയുണ്ട്, എത്രമാത്രം ഹാപ്പിനെസ് ആണ്, അതൊന്നും ചിന്തിക്കുന്നില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, പണം. ഈ ലക്ഷ്യത്തിലാണ് നമ്മൾ ഇന്ന് ഇത്തരമൊരു ഒഴുക്ക് ഉള്ളത് എങ്കിൽ അത് വലിയ അപകടം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്കും ഉണ്ടാവും, വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉണ്ടാകും. ഇതിനടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം ഇവിടെ ക്രോഡീകരിക്കാം. ഇതിൽ പങ്കെടുത്ത് വളരെ സമയമെടുത്തുകൊണ്ട് തന്നെയാണ് മോഡറേറ്റർ ആകെ ഒരു 6-7 മിനിറ്റേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ 1 മണിക്കൂറിലധികം വളരെ കൃത്യമായി നിങ്ങൾ 3 പേരും സമയമെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 3 പേരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം.